ഞാൻ ജനിച്ചത് കൂത്താർലത്തിനും മൂവാറ്റുപുഴയ്ക്കും ഇടയ്ക്കുള്ള ഒരു കുഗ്രാമം, വടക്കൻ പാലക്കഴ എന്ന് പറയും. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബമാണ്. അത് ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ അപ്പനും അപ്പൻ്റെ അനുജനും എല്ലാം ഭ്രാന്തന്മാരായിരുന്നു, മാനസിക രോഗികളായിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്വന്തം അനുജനെ ഒരു ചങ്ങലയിട്ട് തൊടലിട്ട് ഒരു മുറി പൂട്ടിയിടപ്പെട്ടിരുന്നു, ഒരു നായെ പൂട്ടിയിടും പോലെ. ആ മുറിയിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തിയിരുന്നു. അവിടെ തന്നെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ യാക്കോബായ സഭയിലാണ് ഞാൻ ചേർന്ന് നിൽക്കുന്നത്. അന്നും യാക്കോബായ സഭയിലാണ്, ഇന്നും യാക്കോബായ സഭയിലാണ്. കൃത്യമായി പള്ളിയിൽ പോവുകയും ആരാധനയിൽ സംബന്ധിക്കുകയും സൺഡേ ക്ലാസ്സിൽ പഠിക്കുകയും കുർബാന കാണുകയും അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. എന്നാലും അതിലൊരു ചടങ്ങ് പോലെ ചെയ്തിരുന്നത്. ഈ തലമുറകളായി ഭ്രാന്ത് വരുന്നതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ചിന്ത, ഞങ്ങൾ അങ്ങനെ നാട്ടിൽ നോക്കുമ്പോൾ വേറെ ഒരു സ്ഥലത്തും വേറെ ആർക്കും അങ്ങനെ അയൽവക്കംകാർക്ക് ആർക്കും അങ്ങനെ പ്രശ്നമില്ല, ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ എന്തുകൊണ്ട് വരുന്നു? അതുകൊണ്ട് എന്നാൽ പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്, അതുകൊണ്ട് ദൈവമില്ലെന്നൊരു ചിന്ത എന്തുകൊണ്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ രൂപപ്പെട്ടു വന്നു. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. സാധുവായ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്, ഒരു കീറത്തുണി, അമ്മ പറയുന്നത് വട്ടത്തുണി എന്നാണ്, ആ കീറത്തുണി എടുത്തുകൊണ്ട് വല്യാമ്മയുടെ കൈ പിടിച്ച് ഓരോ വീടുകളിൽ ഒരു നേരത്തെ ആഹാരം തരണമെന്ന് പറഞ്ഞ് വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന കൂട്ടത്തിൽ 5 കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ വീടും അമ്മയുടെ വീടും തമ്മിൽ. അമ്മ വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചാച്ചൻ, ഞാൻ എൻ്റെ ഫാദറിനെ ചാച്ചൻ എന്ന് വിളിക്കണേ, ചാച്ചൻ കല്യാണം കഴിച്ചു, അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. ചാച്ചൻ നല്ല മനുഷ്യനായിരുന്നു. അന്ന് ചാച്ചന് ഭ്രാന്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് കുറേ അങ്ങ് ദൂരെ ഒരു കുഗ്രാമത്തിൽ അങ്ങ് ഉള്ളിൽ കയറി അവിടെ ഒരു വീടൊക്കെ വെച്ചു. ഒരു 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു, മുഴുവൻ പാറക്കെട്ട, വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല, 1 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ ചാച്ചൻ അമ്മയെ വിവാഹം കഴിച്ചു. എൻ്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു, മദ്യപിക്കില്ല, പുകവലിക്കില്ല, വേറെ ഒരു ദുശീലവും ഇല്ല. അമ്മയെ പൊന്നുപോലെ നോക്കിയിരുന്നു. ചാച്ചന് കൂലിപ്പണിയായിരുന്നു. നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കും, ഒരു നിലാവത്ത് ഒരു 5-5:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഞങ്ങളുടെ ആ സ്ഥലത്ത് പാറപ്പുറത്തിങ്ങനെ കാട്ട് കല്ലൊക്കെ വെച്ച് കയ്യാല ഉണ്ടാക്കും. അവിടെ മണ്ണ് കോരിയിടും, എന്നിട്ട് കപ്പ നടും. നേരം വെളുത്തൊരു 7 മണിയാകുമ്പോഴത്തേക്ക് ഓടും കൂലിപ്പണിക്ക് വേണ്ടിയിട്ട്. 3 മണി വരെ കൂലിപ്പണി ചെയ്യും. കൂലിപ്പണി കഴിഞ്ഞ് തിരികെ വന്നാൽ പിന്നെ അധ്വാനിക്കും. ഞങ്ങളെയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തിയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരടയ്ക്ക മാത്രമേ കേട്ടെടുത്തുള്ളൂ അയൽവക്കത്ത് പറമ്പിൽ നിന്ന്. എന്നെ അടിച്ച് തിരിച്ചവിടെ കൊണ്ട് ഇടിച്ചു. അത്ര നല്ല മനുഷ്യനായിരുന്നു, സ്ട്രിക്റ്റ് ആയിരുന്നു. എൻ്റെ ചാച്ചനൊരു സ്വപ്നം, ഒരാഗ്രഹം, വെള്ളവും വെളിച്ചവും വഴിയുള്ളിടത്തൊരു വീട് വയ്ക്കണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ, വർഷങ്ങൾ അധ്വാനിച്ചതെല്ലാം കൂട്ടിവെച്ചു. ഒരു സ്ഥലം പോയി കണ്ടുപിടിച്ചു. ആ സ്ഥലത്തിന് മുഴുവൻ പൈസയും അഡ്വാൻസ് കൊടുത്തു. ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ചതല്ല. ചാച്ചൻ നല്ല കഠിനാധ്വാനിയായിരുന്നു, കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, ഒരു പൈസ പോലും കളയാതെ എല്ലാം കൂട്ടിവെച്ചു. മദ്യപിക്കില്ല, പുകവലിക്കില്ല, വേറെ യാതൊരു ദുശീലവും ഇല്ലാത്ത മനുഷ്യൻ. പക്ഷെ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ഒരു 23 സെൻറ്റ് സ്ഥലം വീട് വയ്ക്കാനായിട്ട് കണ്ടുപിടിച്ചു. ഈ മുഴുവൻ പൈസ അഡ്വാൻസ് ആയിട്ടാണ് കൊടുത്തു, കഷ്ടപ്പെട്ട സമ്പാദിച്ചതല്ല. ഈ മനുഷ്യൻ ഈ സ്ഥലം എഴുതി തരേണ്ടതിന് പകരം ഇങ്ങനെ ഈ പണവും മേടിച്ചിട്ട് മദ്യപിക്കാൻ പോയി. ഈ സ്ഥലം എഴുതി കിട്ടിയില്ല. ഇദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ടു എന്നുള്ള വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാൽ. പെട്ടെന്ന് തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തെ പിന്തുടർന്നു വന്നിരുന്ന പൈശാചികമായ ബന്ധനം, ഭ്രാന്ത് എൻ്റെ പിതാവിനെയും കടന്നു പിടിച്ചു. ചാച്ചൻ അന്ന് വലിയ ബഹളം ഉണ്ടാക്കി, അവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയപ്പോൾ കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരും ആ വീടിൻ്റെ ഉടമസ്ഥനോട് ചേർന്ന് ചാച്ചനെ പിടിച്ച് കൈയും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കി. പിന്നെ അങ്ങ് ദുരിതങ്ങളുടെ കാലമായിരുന്നു. അമ്മയെ ചാച്ചൻ ഒരിക്കലും കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഒരു ദിവസം അവിടെ ട്രീറ്റ്മെൻറ്റ് പലതും ചെയ്തു, ഷോക്ക് അടുപ്പിച്ചു, പലവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, രോഗം മാറുന്നില്ല. ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിക്കണം, ആരും സഹായിക്കാനില്ല.
അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. ഉച്ചവരെ അമ്മ കൂലിപ്പണി ചെയ്യും. ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും എല്ലാം ഞാനതെല്ലാം ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഒരു മൺചട്ടിക്കകത്താക്കി ഈ വട്ടയിലയോ അല്ലെങ്കിൽ വാഴയുടെ ഇലയോ വെച്ച് മൂടിക്കൊണ്ടുവരും. അതുമാത്രമേ ഞങ്ങൾ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. ആ കാലങ്ങളിലെല്ലാം ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. വയറ് നിറച്ച് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞാൽ ക്രിസ്മസ്, ഓണം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം. അങ്ങനെ ദുരിതപൂരിതമായ ഒരു ജീവിതം. അമ്മ എന്നും കരച്ചിലാണ്. അമ്മ പലപ്പോഴും സങ്കടപ്പെട്ട് ഏങ്ങലടിക്കും. എന്നും കൂലിപ്പണിക്ക് പോകും. അമ്മ ഇങ്ങനെ ചാച്ചൻ്റെ ഭ്രാന്തെന്ന് മാറിയാൽ കുടുംബത്തിൻ്റെ സ്ഥിതി മാറുമല്ലോ. പള്ളികളെല്ലാം കയറി ഇറങ്ങി നടന്നു. മണർകാട് പള്ളിയിൽ നടന്നുപോയി നേർച്ച, രാജാക്കളുടെ പള്ളിയിൽ, പുറവത്ത് രാജാക്കളുടെ പള്ളിയിൽ നേർച്ച, കടമറ്റം പള്ളിയിൽ നേർച്ച, എന്തിനു പറയണു മറ്റേ മുതലക്കുളം പള്ളിയിൽ മുത്തുക്കൊട, കഞ്ഞിക്ക് മാർക്കം ഇല്ലെങ്കിലും അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അമ്പലങ്ങളെല്ലാം കയറി ഇറങ്ങി നടന്നു. അവസാനം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഞാനതെല്ലാം ഇന്നെന്ന പോലെ ഓർക്കുകയാണ്. ഒരു കുഞ്ഞപ്പൻ പണിക്കെന്ന് പറഞ്ഞൊരു മരയാശാരി, ഒരു കാർപ്പൻ്ററെ കൊണ്ടുവന്ന് വീട്ടിൽ മന്ത്രവാദം ചെയ്തു ഭ്രാന്ത് മാറാൻ. അതോടുകൂടി അമ്മയ്ക്ക് മനസ്സിലായി ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതിലേറെ സങ്കടകരമായ കാര്യം, ഞങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്ന കേട്ടാൽ മതി, ഞങ്ങൾ 3 മക്കളാണ്, ആൺമക്കൾ മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ ചാച്ചനങ്ങ് വരും. ഒരു പാമ്പിനെ തല്ലിക്കൊള്ളുന്ന വടിയുണ്ട്, അതുകൊണ്ട് അമ്മയുടെ കൈക്കിട്ട് 2-3 അടിയൊക്കെ അടിക്കും. ഒന്നും വേണ്ടില്ല എൻ്റെ അമ്മ. ഒരിക്കലും എനിക്ക് മറക്കാനാവാത്ത സംഭവമാണ്. ഞങ്ങളുടെ വീടിൻ്റെ പുറകിലൊരു പുളിമരമുണ്ട്. ഞങ്ങളൊന്ന് ബഹളം വെച്ച് കഴിഞ്ഞാൽ, മക്കൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ അമ്മയോട് പറയും കൈ കെട്ടി പിടിക്കടി എന്ന് പറയും. ആക്രോശിച്ചുകൊണ്ട് ആ പുളിയുടെ വടി വലിച്ചു ഊരിക്കൊണ്ട് വന്നേച്ച് ഒരു കാര്യം ഉണ്ടായിട്ടല്ല. പാവ അമ്മ ഒന്നും വേണ്ടില്ല, ഒരക്ഷരം. ഒന്നും അമ്മയ്ക്ക് ആരുമില്ല, അനാഥയല്ലേ. അമ്മ ഇങ്ങനെ കൈ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. ചാച്ചൻ ഇങ്ങനെ പുറകിൽ 4-5 അടിയെല്ലാം അടിക്കും. എൻ്റെ അമ്മയ്ക്ക് നീലയും പച്ചെന്നുള്ള ഒറ്റയ്ക്കൊരു കയ്യിൽ കൊണ്ടുള്ളൂ. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചാച്ചൻ പുറത്തേക്ക് പോകും, ബഹളമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അമ്മ ഞങ്ങളെ ഇങ്ങനെ വിളിച്ച് ഈ ചോരയും തുണി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണിച്ചു തരും. അമ്മ ചങ്കിലിട്ടിടിച്ച് കരയും. ഞാനും എൻ്റെ ചേട്ടനും അനുജനും അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന കരയും. ആകമാനമായി പറഞ്ഞ ഞങ്ങളുടെ വീട് ഒരു കരച്ചിലിൻ്റെ വീടായിരുന്നു. എന്നും കരച്ചിൽ. കാലങ്ങളെല്ലാം ഓർക്കുമ്പോൾ ഒരിക്കലും ഞാൻ പലപ്പോഴും ഇന്നും അതെല്ലാം ഓർത്ത് പുറകോട്ട് തിരിഞ്ഞു നോക്കി അവിടെ എവിടെ നിന്നെല്ലാമാണ് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടുവന്നെന്ന് ഓർത്തെല്ലാം ഞാൻ പലപ്പോഴും എൻ്റെ മനസ്സ് കരളിതമാകാറുണ്ട്. അങ്ങനെയൊക്കെ ഒന്നും അമ്മ ഓർത്തു 3 തലമുറ ഭ്രാന്ത് വന്നേക്കുമല്ലേ ഞങ്ങൾക്കും വരുമെന്ന്. അമ്മ കരുതി മരിച്ചേക്കാം. 3 പ്രാവശ്യം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ കാലങ്ങളിൽ അമ്മ പറഞ്ഞിരുന്നത് മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവം എന്നാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അമ്മ കടുത്ത നിരാശ, സങ്കടം, കഞ്ഞി കുടിക്കാൻ മാർഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു അത്ഭുതം നടന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥനായോഗത്തിന് പോണ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വല്ലപ്പോഴും അമ്മ കൂലിപ്പണിക്ക് പോകാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു നോട്ടീസ് കൊടുത്തിട്ട് പറഞ്ഞു, ഏലിയാമ്മ എന്ന പേര്, ഏലിയാമ്മ ഒന്ന് പ്രാർത്ഥനായോഗത്തിന് വരുമോ. അമ്മ കൊടുത്തോണ്ട് പോകാൻ തുണിയില്ല, വെള്ളം കൊണ്ടില്ല. താഴത്തെ വീട്ടിൽ മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളം കൊണ്ട് വായ്പ മേടിച്ച്, ഞാനിപ്പോഴും ഓർക്കണ്ട, ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഒരു മഞ്ഞ നിറമൊക്കെ പിടിച്ച് കീറിയൊരു ചട്ടയിട്ടുകൊണ്ട് ഒരു ചരടിൽ താലി ഇങ്ങനെ പുറത്ത് ഇട്ട് എന്നും കരച്ചിൽ, മുഖമൊക്കെ വാടി സങ്കടപ്പെട്ട് ആദ്യമായിട്ട് ആ പ്രാർത്ഥനായോഗത്തിന് പോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. ഞാൻ ചോദിച്ചു, അമ്മ എന്നെ പറ്റി? എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നുള്ള ചിന്തയല്ലേ. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഞാനവിടെ പുസ്തകം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒട്ടും വിദ്യാഭ്യാസം ഇല്ല, സ്കൂളിൽ 3-4 ദിവസം പോയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അമ്മ മരിച്ചു, അപ്പനും മരിച്ചു, പോകാൻ പറ്റിയില്ല. അമ്മ ഇങ്ങനെ പുസ്തകം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ പ്രസംഗം ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും നിരാശപ്പെട്ടു വന്നിട്ടുണ്ടോ? ആ പ്രസംഗം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം തരാൻ ഒരു നല്ല ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിനെ വിളിക്കൂ, യേശു സമാധാനം തരുമെന്ന്. അമ്മ ദൈവം ഉണ്ടോ ഇല്ലെന്ന് തന്നെ വിചാരിച്ചല്ലേ പോണേ. പക്ഷെ അമ്മ അവിടെ ഇരുന്നുകൊണ്ട് സങ്കടപ്പെട്ട് ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവെ, എനിക്കൊരു ഇറ്റ സമാധാനം തരണേന്ന്. അമ്മ തിരികെ വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് നല്ല സന്തോഷം. എന്നാലും എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല.
പക്ഷെ മറ്റൊരു അത്ഭുതം നടന്നു. ഈ ദിവസവും 12 ഉറക്കമൊഴി വെച്ചുകൊണ്ടിരുന്ന എൻ്റെ പിതാവിൻ്റെ രോഗം മാറാൻ എവിടെയെല്ലാം പോയിട്ടുണ്ട്. പക്ഷെ വേറെ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു പാസ്റ്ററോ ഒരു ബിഷപ്പോ ഒരു പുരോഹിതനോ. പക്ഷെ എൻ്റെ അമ്മ, അന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും മാറിയിട്ടില്ല. കഞ്ഞി കുടിക്കാൻ മാർഗമൊന്നുമില്ല. അമ്മ ഒരു കീറപ്പായിലിരുന്ന് എന്നും ബൈബിൾ വായിക്കും. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. സത്യമായിട്ട് ഞാൻ പറയട്ടെ, അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്നേക്കുമായിട്ട് എൻ്റെ പിതാവിൻ്റെ രോഗം മാറി. 12 ഉറക്കമൊഴിച്ചിരുന്ന എൻ്റെ പിതാവ് കഴിഞ്ഞ 44 വർഷമായിട്ട് ഒരു ഗുളി പോലും കഴിച്ചിട്ടില്ല. ഈ പിതാവിൻ്റെ രോഗം മാറിയതോടെ എനിക്കൊരു വിശ്വാസം ദൈവം ഉണ്ടെന്ന്. ഞാൻ ആ കാലങ്ങളിൽ കടുത്ത നിരാശയിലായിരുന്നു. നാട്ടിലെ ഞങ്ങളെ വിളിക്കുന്നത്, എൻ്റെ പേര് ജോൺ കുര്യാക്കോസ് എന്നാണല്ലോ, പിതാവിൻ്റെ പേര് കുര്യാക്കോസ്. പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്ന് കളിയാക്കി വിളിക്കും. കുര്യാക്കോൻ്റെ മക്കൾ, പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കൾ. എന്നാ സങ്കടമായിരുന്നറിയോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇപ്പോഴും ഞാനതെല്ലാം കണ്ടോണ്ട് പറയണേ മനസ്സിൽ, ആ സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. അവിടെ ഒരു കീറിയ തോർത്തൊക്കെ കൊടുത്ത് താടി രോമങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി തുപ്പിലൊക്കെ ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും എൻ്റെ പിതാവ്. അന്ന് ഞങ്ങൾക്ക് ചോറ് കൊണ്ടുപോകാൻ മാർഗ്ഗമില്ല. ഉപ്പുമാവ് കിട്ടും ഉച്ചയ്ക്ക്. അതിനൊരു ഒരു ഒരു ചളുങ്ങിയ ചോറ്റുപാത്രം, ഇറ്റാലിയൻ ചോറ്റുപാത്രം ഉണ്ട്, ചേട്ടൻ ഉപയോഗിച്ചുകൊണ്ട് ചോറ്റുപാത്രം. ഞാൻ അതുകൊണ്ട് ഈ ഉപ്പുമാവ് മേടിക്കാൻ പോകുമ്പോൾ എൻ്റെ ചാച്ചൻ അവിടെ വന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കും. പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഈ ജനലൊക്കെ ഇങ്ങനെ തടിയുടെ ജനൽ, അതിൻ്റെ ഇടയ്ക്കോടെ നോക്കിയാൽ അറിയാം കുരിശുപള്ളി നേരെ എതിർവശത്താണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ. അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങു പോലുമില്ല. കാരണം എല്ലാവരും കളിയാക്കി ഭ്രാന്തൻ്റെ മകനെന്ന് വിളിക്കുമ്പോൾ അന്ന് ഭയങ്കര സങ്കടമായിരുന്നു. എന്നും താഴേക്ക് നോക്കി മാത്രമാണ് ഞാൻ നടന്നത്. അപകർഷതാബോധം കൊണ്ട് വലഞ്ഞുപോയ മനുഷ്യനായിരുന്നു ഞാൻ. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു ശോഭനമായ ഭാവി ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പഠിക്കാനാണെങ്കിൽ ഞാൻ ഒരു മണ്ടനായിരുന്നു. കഷ്ടപ്പെട്ട് പഠിക്കും. 5:30 മണിയാകുമ്പോൾ എഴുന്നേറ്റ്, കറണ്ടൊന്നുമില്ല, ഇലക്ട്രിസിറ്റി കണക്ഷനൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് എനിക്ക് SLC പാസ്സായതിനു ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത്. ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ഇരുന്ന് കാണാതെ പഠിക്കും. പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ എല്ലാം മറന്നുപോകും. കണക്കിന് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ 50-ൽ 7 SSLCക്ക്. എൻ്റെ ഭാസ്കരൻ സാറ് കണക്കിന് നല്ല സാറായിരുന്നു. കഷ്ടപ്പെട്ട് സാറ് പരമാവധി അധ്വാനിച്ച് പഠിപ്പിക്കും. ബോർഡിലെല്ലാം എഴുതാൻ പറഞ്ഞ് ചോക്കൊക്കെ തരും. ഞാനവിടെ പോയി ചുമ്മാ ചോക്കും പിടിച്ചോണ്ടിരിക്കും. അദ്ദേഹം തലക്കെട്ടൊരു കുത്ത് വന്നിട്ട് അവിടെ പറയും, എടാ പൊട്ട അവിടെ പോയി ഇരുന്നോളാൻ പറയും. പലപ്പോഴും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെസ്റ്റ് വെച്ചെറിയും സാറ്. നല്ല സാറായിരുന്നു കേട്ടോ. കാരണം പരമാവധി സാറ് ഉത്സാഹിക്കുമായിരുന്നു, എല്ലാവരും പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ എന്നോട് പറയും, എടോ മനുഷ്യ അധമാ അവിടെ ഇരുന്നോളാൻ പറയും. ഞാൻ അപ്പം അന്നേരം എനിക്ക് സങ്കടം തോന്നും. പക്ഷെ ഒരിക്കലും സാറിനോട് ദേഷ്യം തോന്നിയിട്ടില്ല എനിക്ക്. അപ്പം ഞാനിങ്ങനെ ഒരു ബുദ്ധിയില്ലാത്തവരെ ജനിച്ചു പോയല്ലോ. എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ചിന്ത. വീട്ടിലേക്ക് നടന്നു പോരാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 6-7 കിലോമീറ്റർ ദൂരമുണ്ട്. എല്ലാവരും ബസ്സിലാണ് പോണേ. 10 പൈസ മതി വണ്ടി കൂലിക്ക്. അപ്പോൾ 10 പൈസ എനിക്ക് ആരുമില്ല. ഞാൻ അവിടെ നിന്ന് നടന്ന് തന്നെ ഇങ്ങനെ പോരുമ്പോൾ, ഏകനായിട്ട് ഞാൻ നടന്നു പോരുമ്പോൾ, എന്നാലും സാറിന് പൊട്ടനെന്ന് വിളിച്ചല്ലോ, ഞാനിങ്ങനെ ഒരു പൊട്ടനായിപ്പോയല്ലോ, എനിക്ക് ബുദ്ധിയില്ലാണ്ടായിപ്പോയല്ലോ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ. അങ്ങനെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഏങ്ങലടിക്കും. അപ്പോൾ ഞാനിങ്ങനെ ആരും കാണാതെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ആരും കാണരുതെന്ന് ഓർത്ത് അങ്ങനെയൊക്കെ നടന്നു വന്ന വഴികളെല്ലാം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നുള്ള ചിന്തയായിരുന്നു. എന്നാൽ ഇന്നെനിക്കറിയാം, ഞാൻ കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ എൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടക്കുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. കരയുന്നവരുടെ കണ്ണുനീര് കാണുന്നവനാണല്ലോ ദൈവം. ഞാൻ കടുത്ത നിരാശയിലായി. അന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടെങ്കിൽ നിർമ്മല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. 360, 600. എനിക്കാകെ 251 ഉള്ളൂ. ഞാൻ ആപ്ലിക്കേഷൻ ഫോം പോലും മേടിച്ചില്ല. പ്രൈവറ്റ് പഠിക്കണമെങ്കിൽ ഇന്ന് 15 രൂപ വേണം. ഒരു മാസം 15 രൂപയ്ക്ക് പോയിട്ട് 15 പൈസ പോലും തരാൻ ആരുമില്ല. പക്ഷേ ഈ ഫാദറിൻ്റെ രോഗം മാറിയപ്പോൾ എനിക്കൊരു വിശ്വാസം, ദൈവം ഉണ്ട്.